ഹായ്, ഓൺലൈൻ ഫ്രോഡുകളെ തടയാൻ ഒരു വഴി അതിനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. 2 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ വാട്സാപ്പ് ഹാക്ക് ചെയ്താൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ വാട്സാപ്പിലൂടെയുള്ള തട്ടിപ്പാണ് ഏറ്റവും വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഒരാളുടെ വാട്സാപ്പ് ഹാക്ക് ചെയ്യുന്നു, അതിൽ നിന്ന് നമുക്ക് മെസ്സേജ് അയക്കുന്നു, നമ്മളുടെ വാട്സാപ്പ് OTP ചോദിച്ചിട്ട് ഹാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് പറയാൻ പോകുന്ന ചില റെമഡീസ് ആണ് നമുക്ക് സേഫ് ആയിട്ടിരിക്കാനുള്ള കാര്യങ്ങളും വാട്സാപ്പ് റിട്രീവ് ചെയ്യാനുള്ളതും. പിന്നെ ഒരു കാര്യം, ഈ വാട്സാപ്പിന്റെ ഫ്രോഡിനെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഒരുപാട് പേര് എന്നെ അതിന്റെ അടിയിലൊക്കെ ഒന്ന് കളിയാക്കി കമന്റൊക്കെ ഇട്ടിട്ട്, പിന്നെ വാട്സാപ്പ് ഹാക്ക് ചെയ്തിട്ട് എന്ത് കിട്ടാനാന്നൊക്കെ. എന്താണ് നമ്മുടെ വാട്സാപ്പ് ഹാക്ക് ചെയ്താൽ ഹാക്കർക്ക് ഗുണം? ഒന്നാമത്തെ കാര്യം, നമ്മൾ അതിനകത്ത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസോ പാസ്വേഡ്സോ എന്തെങ്കിലും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ. രണ്ടാമത്തത്, നമ്മളുമായിട്ടുള്ള എക്സ്ട്രീം പ്രൈവറ്റ് രഹസ്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ആളുകൾ, പ്രൈവറ്റ് കോൺവെർസേഷൻസ്, ഇതെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാണെന്ന് പ്രിറ്റൻഡ് ചെയ്തിട്ട് ആ കോൺവെർസേഷൻസ് ഏത് ലെവലിലേക്ക് കൊണ്ടുപോകാനും ഹാക്കർക്ക് പറ്റും. മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ നമ്പർ വെച്ചിട്ട് പൈസ അടിച്ച് മാറ്റാം, സിമ്പിളായിട്ട് പറഞ്ഞാൽ. പിന്നെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് എന്തെങ്കിലും ന്യൂഡ്സോ പ്രൈവറ്റ് ഫോട്ടോസോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ, ബ്ലാക്ക്മെയിൽ. പലർക്കും അറിയുണ്ടാവും, ഡാർക്ക് വെബിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ബിസിനസ് എന്ന് പറയുന്നത് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ ഇൻഫർമേഷൻ ആണ്. PII, നമ്പേഴ്സ്, ഇമെയിൽ IDs. അങ്ങനെ നമ്മുടെ വാട്സാപ്പ് ഹാക്ക് ചെയ്യുന്ന ഹാക്കറിന് നമ്മുടെ കോൺടാക്ട്സ് ഇട്ടാൽ തന്നെ അത്യാവശ്യം കാശ് കിട്ടും. ഇനി ഈ ഹാക്കിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും, ഞാൻ സൈബർ സെല്ലിലെ PRO പ്രമോദ് സാറിനോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, അദ്ദേഹം പറഞ്ഞതിനനുസരിച്ചിട്ട് 80% ഈ ഹാക്ക് ആകപ്പെടുന്ന അക്കൗണ്ടുകളിലെ ആളുകൾ സ്വന്തം മൊബൈൽ ഫോണാണ് പാസ്വേഡ് ആയിട്ട് കൊടുക്കുന്നത്. അത് വളരെയധികം ഡേഞ്ചറസ് ആണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ മാൻഡേറ്ററി ആക്കുക. അപ്പോൾ വാട്സാപ്പിലാണെങ്കിൽ നമ്മൾ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ അക്കൗണ്ട്സിലുണ്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. അതായത് അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു OTP വരികയും അതിനോടൊപ്പം തന്നെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ മെയിലിലേക്ക് ഒരു OTP കൊടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്പ്, ഇപ്പോൾ ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിളിലെ എല്ലാ സംഭവങ്ങൾക്കും നമ്മൾ ഒതന്റിക്കേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു OTP വരികയും അതിനകത്തോട്ടൊരു കോഡ് വരികയും ചെയ്യും. രണ്ടും കൊടുത്താലേ ലോഗിൻ ആവുള്ളൂ. ഹാക്കർക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചിന്തിക്കാൻ ഒരു സമയം കിട്ടും. പിന്നെ എങ്ങാനും നമ്മുടെ വാട്സാപ്പ് ഹാക്ക് ആയാൽ support@whatsapp.com അതിനകത്ത് പോവുക, ആ സൈറ്റിൽ പോവുക, എന്നിട്ട് സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി. ഇതെനിക്ക് സൈബർ സെക്യൂരിറ്റി ഒഫീഷ്യൽ പറഞ്ഞു തന്നതാണ്. അതനുസരിച്ചിട്ട് നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്താൽ ഉടനെ തന്നെ ചിലപ്പോൾ നമുക്ക് റിട്രീവ് ചെയ്ത് കിട്ടും നമ്മുടെ വാട്സാപ്പ്. അതല്ലെങ്കിൽ ഒരു 7 ദിവസത്തിനകത്ത് എങ്ങനെ വന്നാലും കിട്ടും എന്നാണ് പറഞ്ഞത്. ഇപ്പൊ റീസെന്റ് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരു സീനിയർ സിറ്റിസൺ വീട്ടിലുണ്ടെങ്കിൽ യങ്സ്റ്റേഴ്സ് ഇനീഷ്യേറ്റീവ് എടുത്ത് അവരെ കൊണ്ട് ഇതൊന്ന് പഠിപ്പിക്കുക, അതിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, എന്തെങ്കിലും കൂടുതൽ സജഷൻസ് ഉണ്ടെങ്കിൽ ഇതിന് താഴെ ആഡ് ചെയ്യാവുന്നതാണ്. ലെറ്റ്സ് ഹെൽപ്പ് ഔട്ട് ഈച്ച് അതർ, അല്ലേ? സോ സ്റ്റേ സൈബർ സേഫ്, മൈ ഡിയർ. താങ്ക് യു സോ മച്ച്.